ഹായ് ഗായ്സ്, അടുത്തൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് ആരും ആക്റ്റീവ് അല്ലാന്ന് തോന്നുന്നു. 1-2 പേരേ ഉള്ളൂ. നമുക്ക് തന്നെ ഡ്രോപ്സിന് വാങ്ങിക്കാം. ഓക്കെ, സെയിം അറ്റാക്ക് സ്ട്രാറ്റജി തന്നെ യൂസ് ചെയ്യുന്നത്. തൽക്കാലം അതൊക്കെ തന്നെ ഇപ്പോൾ ട്രെയിൻ ചെയ്തേക്കുന്നത്. കഴിഞ്ഞ അറ്റാക്കിൽ നമ്മൾ യൂസ് ചെയ്ത റോയൽ ചാമ്പ്യൻ വോക്ക് തന്നെയാണ് നമ്മളിതിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അറ്റാക്ക് ചെയ്ത് നോക്കാം. എല്ലാം കിട്ടുന്നത് മാക്സാണ്. അതാണ് ഒരു ചെറിയൊരു സീൻ. ഡി ഒരറ്റത്ത് കൊണ്ട് വെച്ചിട്ട് ഇവന്മാർ ടൗൺ ഹാൾ വേറെ അറ്റത്ത് കൊണ്ട് വെച്ചേക്കാം. എടുക്കാം. ഡി ലൂട്ടിയാണെങ്കിൽ ഇനിയിപ്പം വേറെ തലവേദന. എന്തായാലും ഇതോടെ പോകാൻ നോക്കാം. ഓക്കെ, ആ ടൈമിൽ നമുക്ക് റോയൽ ചാമ്പ്യനെ ഇറക്കാം. TH എന്തായാലും വേണമല്ലോ. അപ്പം അതുകൊണ്ട് നമുക്ക് TH കിട്ടാൻ വേണ്ടി മാക്സിമം അതിൻ്റെ കാര്യം തീരുമാനമായി. ഓക്കെ, ഇനിയിപ്പോൾ സീനില്ല. ഇനിയിപ്പോൾ നമ്മൾ എന്ത് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഏകദേശം എല്ലാം കിട്ടിയിട്ടുണ്ട്. ഇമാര് പല സ്ഥലത്തേക്ക് പോകും, അതെനിക്ക് പിടിക്കാത്തത്. റൂട്ട് റൈഡർ വലിയ സീനില്ല, പക്ഷേ CC എന്താ വരുന്നതെന്ന് അറിയില്ലല്ലോ. വലിയ സീനില്ല. ഏകദേശം നമുക്ക് കിട്ടേണ്ട സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. കിങ് ഏകദേശം നടുക്കങ്ങ് എത്തിക്കഴിഞ്ഞിട്ട് എബിലിറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം എല്ലാം തെളിഞ്ഞ് കിട്ടും. എന്നിട്ട് പിന്നെ എല്ലാ സൈഡിലും ആവശ്യമുള്ളതൊക്കെ അങ്ങോട്ട് ഇറക്കി വിടുക. ഒരു എഴുതൊക്കെ എന്തായാലും അടിക്കും. അതിൻ്റെ മുകളിൽ പോകാൻ പാടും. ഇതിൻ്റെ ഇടയ്ക്ക് റോയൽ ചാമ്പ്യനൊക്കെ ഇവിടെ അറ്റാക്ക് ചെയ്യുന്നു. എന്ത് കാര്യത്തിനാണ് നോക്കി. നമ്മളെ കൊണ്ട് വലിയ ശല്യമായില്ല. പെണ്ണിനെ കൊണ്ട് തോറ്റ്. ത്രീ കിട്ടിയാനെ, പക്ഷേ ഹീലറും കൂടെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ 3 കിട്ടിയാനെ. പക്ഷേ ഇനിയിപ്പോൾ ഉണ്ടെന്ന് എനിക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് ഡൗട്ടാണ്. അതിൻ്റെ ഇടയ്ക്ക് 80 അടിക്കാം. സ്കാറ്റർ ഷോട്ട് എങ്ങനെയെങ്കിലും എടുത്തു കഴിഞ്ഞാൽ, മൾട്ടിനെ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം കുറച്ച്. അതിൻ്റെ ഇടയ്ക്ക് ഗ്രൗണ്ട് ആംപ്ലെക്സ് ദുരന്തം. കുഴപ്പമില്ല. 85 അടിച്ച്. എല്ലാം മാക്സല്ലേ കിട്ടാറുള്ളൂ. പിന്നെ വലിയ സീനില്ല. ഓൾറെഡി ട്രെയിൻ ആണല്ലോ. ഇന്നുകൂടെ ചെയ്തേക്കാം. വാർ ഇറങ്ങാൻ പോകുന്നു. കഴിഞ്ഞ പോലെ ഞങ്ങൾ ജയിച്ചായിരുന്നു കേട്ടോ. ക്ലാൻ ഗ്യാസിലെല്ലാം ഏകദേശം ഫുള്ളായിട്ടിരിക്കുക. അത്യാവശ്യം കിട്ടിയിട്ടുണ്ട്. ഗപ്പൊക്കെ കുറച്ച് അടിച്ചിട്ടുണ്ട് ഇത്തവണ. സാധാരണ ഇന്നലെ അവരുടെ ഫുള്ള് കളിച്ചിട്ട് 187 കിട്ടിയുള്ളൂ. ഇതിപ്പോൾ 2 അറ്റാക്കും കൂടെ ഇനി ബാക്കിയുണ്ട്. നോക്കാം. ഇതിപ്പോൾ പറഞ്ഞുകൂടെ കിടക്കട്ടെ. ഈ പുതിയതായിട്ടുള്ള അപ്ഡേറ്റ് വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഈ ആർച്ചർ ടവറിന് ദുരന്തം ഉണ്ടാകുന്ന വെച്ചാൽ തീരുമാനമായെന്ന് തോന്നുന്നു.
എല്ലാത്തിനെയും ഇറക്കി വിടുക. നിങ്ങൾ സൈഡിലങ്ങ് ഇറക്കി വിടുക. CCയിലൊന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ടോ? കുറച്ച് ഡാമേജ് കിട്ടിക്കഴിഞ്ഞിട്ട് കിങ്ങിനെ അങ്ങ് ഇറക്കി കഴിഞ്ഞാൽ എല്ലാം നൈസായിട്ട് പൊളിക്കും. മൾട്ടീനെ കൂടെ എടുത്തു കഴിഞ്ഞോ നാശം. ഇടയ്ക്ക് ഈ ക്യൂനൊക്കെ എന്തിനീ ചെറിയ ട്രോപ്സിൻ്റെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്? സോറി, ഹീലർ എന്തിനാ അതിൻ്റെ കൂടെ പോകുന്നത്? ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ നൈസായിട്ട് എല്ലാത്തിനും അടിക്കാം. അമ്മമാർ മിക്കവാറും 3 സ്റ്റാർ അടിക്കാൻ ചാൻസ് ഉണ്ട്. കിങ്ങും ഉണ്ട്, ക്യൂനും ഉണ്ട്, വാർഡനും ഉണ്ട്. സമയം കഴിഞ്ഞാലേ ഉള്ളത്. ലാസ്റ്റ് വരെ 1-2 ഡ്രോപ്സ് വയ്ക്കാറുണ്ട്. ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് കഴിഞ്ഞതിന് മുമ്പത്തെ ഒരു വാറിൽ 3 സ്റ്റാർ അങ്ങനെ മിസ്സായത്. എല്ലാ ഡ്രോപ്സിനും ഞാനങ്ങോട്ട് ഇറക്കി വിട്ടു. അവസാനം ഏതോ ഒരു മൂലയ്ക്ക് ചെറിയൊരു ഹട്ട് എന്തോ ഉണ്ടായിരുന്നു. അതൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ എന്തായാലും എല്ലാത്തിനും ലാസ്റ്റത്തേക്ക് വയ്ക്കും. ഉണ്ടല്ലോ, T17 മാക്സ് നമ്മൾ പൊട്ടുപോലെ അടിച്ചു 3 സ്റ്റാർ. എല്ലാ കളിയും നടക്കണമെന്നില്ല. ചിലതിൽ കിട്ടും, ചിലതിൽ കിട്ടില്ല. പിന്നെ ബേസിന് ലേഔട്ട് പോലെ ഇരിക്കും. റോയൽ ചാമ്പ്യൻ വോക്ക് നമ്മൾ ചെയ്യുമ്പോൾ മാക്സിമം നമുക്ക് ഈ മൾട്ടി അല്ലെങ്കിൽ സ്പ്ലാഷ് ഡാമേജ് ഉള്ള ഡിഫൻസിന് കിട്ടിക്കഴിഞ്ഞാൽ അത്ര നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ റോയൽ ചാമ്പ്യന് വെറുതെ സിംഗിൾ ടാർജറ്റിലേക്ക് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ കൂടി വന്നു കഴിഞ്ഞാൽ ഒരു 3-4 ഡിഫൻസ് എടുക്കുകയുള്ളൂ. എന്നാൽ പ്രത്യേകിച്ച് നമുക്ക് വലിയ ഗുണമില്ല. ഇതാണെങ്കിൽ അത്യാവശ്യം നമുക്ക് സ്പ്ലാഷ് ഡാമേജുള്ള കുറേ എണ്ണത്തിന് കിട്ടുകയും ചെയ്യും. അതുപോലെ നമുക്ക് റൂട്ട് റൈഡറിനെയൊക്കെ ഇറക്കി വിടുമ്പോൾ ഏകദേശം ഡാമേജും കുറയ്ക്കാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.